ഇവിടെ ആരും ജയിച്ചിട്ടില്ല. നമുക്കറിയത്തില്ല ആരും ജയിച്ചിട്ടില്ല. ഇതൊന്നും മനസ്സിലാവുന്നില്ല. അത് എന്താ പറഞ്ഞ മേൽപ്പാടോ കുറച്ച് കഴിഞ്ഞിട്ട് ജയിക്കുമ്പോ തുള്ളാൻ വേണ്ടി അറിയത്തില്ല. ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പായിപ്പാട് ജലോത്സവത്തിന് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്നത് കാരിച്ചാൽ കരയിലാണ്. അപ്പാണ് പായിപ്പാട് കര കാരിച്ചാലിലാണ്. അപ്പം ഇന്നിവിടെ നല്ല കിടിലൻ കോമ്പറ്റീഷൻ, അതായത് CBL മുന്നുള്ള, അതായത് നെഹ്റു ട്രോഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലൊരു കോമ്പറ്റീഷൻ, അതായത് CBL മത്സരത്തിന് മുമ്പുള്ള ഒരു ചെറിയൊരു പൊളി വള്ളം കോമ്പറ്റീഷനാണ് ഇവിടെ. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹരിപ്പാട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടുത്തെ ഒരു ട്രോഫിയാണ് അവിടെ ബേസ്ഡ് ഒരു ട്രോഫിയാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ കിടിലം വൈബായിരിക്കും. ഇവിടെ നമുക്ക് ടൈമല്ല, ഇവിടെ ഹീറ്റ്സിൽ ആരാണോ ഫസ്റ്റ് വരുന്നത് അവരായിരിക്കും ഇവിടെ ജയിക്കുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ പരിപാടീസ് എന്ന് നോക്കും. ഈ വർഷം വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ ആ പ്രത്യേകത? നിനക്കറിയാമോ എന്തു ഈ വർഷത്തെ പ്രത്യേകത? ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് PBC ഇവിടെ കപ്പടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹാട്രിക്കാണ്. അതായത് അവർ 2023 വിയപുരത്തിൽ കപ്പടിച്ചു. ഇവിടെ കഴിഞ്ഞ വർഷം കാരിച്ചാൽ, ഈ പ്രാവശ്യം അവർ മേൽപ്പാടത്തിൽ കപ്പടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹാട്രിക്കാണ്. അവരുടെ ഹാട്രിക്ക് തിളയ്ക്കാൻ വേണ്ടി ആര് വരുന്നുണ്ട്? ഇവരുടെ ടീം വരുന്നുണ്ട്. ഇന്ന് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ അടിക്കുമല്ലോ ചിക്കൻ. ഇന്ന് ഉറപ്പായിട്ടും പള്ളാത്തുരുത്തി കപ്പടിക്കും. പ്രതീക്ഷയില്ല, പ്രതീക്ഷ ഉണ്ട്. പക്ഷെ നമ്മൾ ക്ലബിൽ വിഷയമുണ്ട്. പക്ഷേ വള്ളംകളിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം മാറി. അട്ടിമറി ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ പ്രതീക്ഷ? കപ്പടിക്കോ? കപ്പടിക്കും. ഇവിടെ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ? അതെ, നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. കളി ടൈറ്റ് ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് ഈ വർഷം CBL സൂപ്പർ ആയിരിക്കും കേട്ടോ. കാര്യം ഒരുപാട് നല്ല ടീംസ് വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇവിടുത്തെ പരിപാടി നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ആദ്യത്തെ ഗെയിംസ് വിയപുരം ഉണ്ട്, പായിപ്പാടുണ്ട്. പായിപ്പാടിന്റെ ഹോമാണ്, അതായത് പായിപ്പാട് കളിക്കുന്ന UBC ആര് ജയിക്കാൻ ചാൻസ് ഉണ്ട്? നല്ല പെർഫോമൻസ് കൊടുക്കും, നല്ലൊരു കോമ്പറ്റീഷൻ കാണാൻ പറ്റും നമുക്ക്. അത് ജയിക്കാൻ ചാൻസ് ഉള്ള പായിപ്പാടിന്റെ ഹോം ഗ്രൗണ്ടാണ്. വിയപുരവും നല്ലൊരു ടീമാണ്. വിയപുരം ജയിക്കണമെന്നാണ് ആഗ്രഹം. എനിക്കും തോന്നുന്നു വിയപുരം തന്നെ ജയിക്കത്തുള്ളൂ. കാര്യം നെഹ്റു ട്രോഫിയുടെ കോമ്പറ്റീഷനൊക്കെ അവിടെ അതായത് മത്സരിച്ചത് ഭയങ്കര രസമായിട്ടാണ്. സോ അതുകൊണ്ട് ആദ്യത്തെ എന്തായാലും ഹീറ്റ്സിൽ വിയപുരം ജയിക്കും. അവിടെ ആശിക്കേ ആദ്യത്തെ ഹീറ്റ്സ് ആയിരിക്കും വിയപുരം ഉണ്ട്, UBC ഉണ്ട്, പിന്നെ അടുത്തത് ചെറുതനെ ആയിരിക്കും. അപ്പോൾ അവന്മാര് ജയിക്കും എന്നാണ് തോന്നുന്നത്. രണ്ടായിരിക്കും. പള്ളാത്തുരുത്തി ഉണ്ട്, നിരണമുണ്ട്. നിരണം കഴിക്കുന്ന ആയാവറമ്പ് വലിയ ദിവാഞ്ചിയിലാണ്. വളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. നമുക്ക് കാണാം. എന്തായാലും ആയിരിക്കൂടാ. എനിക്കും തോന്നുന്നു പള്ളാത്തുരുത്തി ജയിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പള്ളാത്തുരുത്തി ജയിക്കാനാണ് ചാൻസ്. പക്ഷെ നിരണം അത്ര കുറച്ച് കളയുന്ന ടീമൊന്നും അല്ല. അവരും നിരണം സെയിം ടീമാണ് കേട്ടോ. അമ്മമാര് എപ്പോഴും നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവര് 3 പേര് ഫൈനൽ കളിക്കും. കാരിച്ചാല്, വിയപുരം, പള്ളാത്തുരുത്തി. ഇവന്മാർ 3 പേരും കൂടെ എനിക്ക് ഫൈനൽ കളിക്കുന്നത്. ഫൈനലി ഒന്നും പറയാൻ പറ്റത്തില്ല ആരും ജയിക്കില്ല എന്ന്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കളിയായിരിക്കും. പിന്നെ ട്രാക്ക് കിട്ടുന്ന പോലെ ട്രാക്ക് ഒരു ഫാക്ടറാണ് ഇവിടെ. അതായത് എനിക്ക് തോന്നുന്നു നെഹ്റു ട്രോഫിക്ക് മാത്രമേ ഉള്ളൂ നല്ല കിടിലൻ ട്രാക്സ്. 4 ട്രാക്ക് നല്ല ട്രാക്കാണ്. ബാക്കി എല്ലായിടത്തും വരുമ്പോഴും പാലമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വളവൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആരാണോ ലീഡ് ചെയ്ത് ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ആകുമ്പോൾ ചിലപ്പോൾ തോറ്റു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി നമുക്ക് ഒരു 5-6 മണി ഞാൻ പറയാൻ പറ്റും. ആരാണ് പറയാൻ പറ്റത്തില്ല. അതെ അതെ. നമുക്ക് അവിടെ നെഹ്റു ട്രോഫിക്ക് എങ്ങനെയായിരുന്നു? നെഹ്റു ട്രോഫിക്ക് നമ്മൾ വള്ളത്തുരുത്തി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ വള്ളം കളിയാണ്, അതെല്ലാം മാറി മറിയും. എല്ലാം നമുക്ക് കണ്ടു കാണാം. അതെ അതെ, ഞങ്ങളുടെ ഓവർ കോൺഫിഡൻസ് പണിവാള്. ഈ വർഷം കൊണ്ടും തീരുന്നില്ലല്ലോ. ഇനിയുണ്ട് നമ്മുടെ പിള്ളേർ ഇനിയുണ്ട്. ഇനി ഈ ക്ലബ്ബ് തന്നെ ഉണ്ട് വള്ളത്തുരുത്തി. നമ്മൾ തോറ്റെന്ന് പറഞ്ഞ് നമ്മള് ഒരിക്കലും അവന്മാരെ തള്ളി പറയാൻ പറ്റത്തില്ല. തള്ളി പറയത്തുമില്ല. ഇനി CBL ഉണ്ടല്ലോ, CBL ഇനി കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ കളിയും ജയിച്ചിട്ട് CBL കപ്പടിക്കാം. എന്നാലും കോമ്പറ്റീഷൻ വരുന്ന എവിടെയാന്ന് പറയാ, ഇവിടെ കൈനയിലായിരിക്കും CBL. ഇവിടെ നല്ലൊരു കോമ്പറ്റീഷൻ കാണാം. കൈനേരിയിൽ എങ്ങനെയാണ് ഈ പ്രാവശ്യം നിങ്ങൾ കപ്പടിക്കും? എത്ര വർഷം എവിടെ നിന്ന് കപ്പടിച്ചിട്ട്? കുറെ നാളുകളായി നമ്മൾ കപ്പടിക്കുന്നില്ല. അവിടെ കപ്പടിച്ചിട്ടില്ലല്ലോ. അടിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വട്ടം എന്തായാലും നല്ലൊരു മത്സരമാണ് CBL. ഇപ്രാവശ്യം ഞാനിവിടെ കാണാൻ വന്നത് അപ്പോൾ ഇനി ഫുൾ എല്ലാവരും കാരിച്ചാൽ ഫാൻസ് ആയിരുന്നു. കാര്യം കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തി കാരിച്ചാൽ കളിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ഫുള്ള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇത് നമ്മൾ നിൽക്കുന്ന കാരിച്ചാല് എന്റെ അപ്പുറത്തുണ്ട് ഓപ്പോസിറ്റ് കര. ഞാൻ കാണിച്ചു തരാം.
ഈ കാണുന്നവരുണ്ടോ, ഇതാണ് പായിപ്പാട്. അപ്പം ഇത് പായിപ്പാടും കാരിച്ചാലും തമ്മിലാണ്, അവർ രണ്ടുപേരും ഹോമാണ്. സോ അവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത്. കഴിഞ്ഞ വർഷം കാരിച്ചാല് പായിപ്പാട് മേൽപ്പാടും തമ്മിലായിരുന്നു ഫൈനൽ. കഴിഞ്ഞ ദിവസം ഫൈനൽ സൂപ്പറാണ്. ഇവിടുത്തെ ഫൈനൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പിക്സ് ആണ്. അതിന് മുമ്പാണെങ്കിലും വിയവർ ഏറ്റവും ലാസ്റ്റ് നിന്നിട്ട്, അതായത് 2023 വിയവർ ഏറ്റവും ലാസ്റ്റ് നിന്നിട്ട് കപ്പടിച്ച്, അതുവരെ ദീവാഞ്ചി ലീഡ് ചെയ്തു. UBC ആയിരുന്നു കളിച്ചത്. ദീവാഞ്ചി ലീഡ് ചെയ്തിട്ട് ജയിച്ച കളിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കാരിച്ചാൽ സപ്പോർട്ടായിട്ട് വന്നത്. ഈ പ്രാവശ്യം നേരെ മേൽപ്പാടത്തിൻ്റെ. അപ്പം ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മേൽപ്പാടം കപ്പടിക്കട്ടെ, എന്നിട്ട് ഇനിയൊരു നല്ലൊരു കളി നടക്കട്ടെ എല്ലായിടത്തും. കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് പള്ളാത്തുരുത്തിയുടെ മാത്രമായിരുന്നു, അതായത് പള്ളാത്തുരുത്തിയുടെ തേരോട്ടമായിരുന്നു പറയുന്നത്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് VBC ഒരു കംബാക്ക് അടിച്ചത്. അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ആദ്യം തോൽവി ഞങ്ങൾക്ക് ഇച്ചിരി വിഷമാണെങ്കിലും പക്ഷേ വള്ളംകളിക്കും ബെറ്റർ ആയിട്ട് അതാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ച് ഇപ്പം പള്ളാത്തുരുത്തി ജയിക്കുന്നുണ്ട് എല്ലാ സ്പോൺസറും പള്ളാത്തുരുത്തിക്ക് മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം പള്ളാത്തുരുത്തി മാറി വേറൊരു ക്ലബ്ബ് വരുമ്പോൾ അവിടെ പക്ഷേ അവരെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ പള്ളാത്തുരുത്തി അങ്ങനെ കണ്ടിന്യൂസ് കപ്പടിക്കുമ്പോൾ വേറൊരു ക്ലബിന് സ്പോൺസേഴ്സിന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവരും പതിയെ വലിയും. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വർഷത്തെ നെഹ്റു ട്രോഫി ഒക്കെ ആകുമ്പോൾ പള്ളാത്തുരുത്തിക്ക് നല്ല പ്ലേയേഴ്സ് വരും. അത് അവർക്ക് കപ്പടിക്കാൻ വേണ്ടി അവർ എല്ലാ കളിയും കളിക്കും. അതേപോലെ തന്നെ VBCക്ക് നല്ല സ്പോൺസർ വരും. ചിലപ്പോൾ ബോച്ചേനായിരിക്കും ഫുൾ സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം കപ്പടിച്ചതിൽ വിയപുരം കപ്പടിച്ചാൽ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടെങ്കിലും പക്ഷെ വള്ളം കളിക്ക് ഒരു കാര്യം വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. അതായത് വേറൊരു ക്ലബ്ബ് വരുമ്പോൾ അത് നമ്മുടെ വള്ളം കളിക്കും ഗുണം. നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട് വെള്ളത്തിലാണ്. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി ഒരു സ്ഥലത്ത്. ഞങ്ങൾ വരുന്ന വഴിയല്ലടാ അടിപൊളി ഫുഡാണ്. ഞങ്ങൾ അതെന്താ പരിപാടി നിങ്ങളൊന്ന് പോയി കണ്ടിട്ടാ. ഞങ്ങൾ റാഷിക്ക ഫുഡ് ഞങ്ങളിതേ നമ്മുടെ പായിപ്പാട് വള്ളംകളി കാണാൻ പോയിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഇതേ നമ്മുടെ ഇവിടെ കറക്റ്റ് നമ്മുടെ ചമ്പക്കുളം എത്തുന്ന അവിടെ ഒരു ഫ്രീ ഫുഡ് കിട്ടില്ലേ. ഇന്ന് 4 ആയതുകൊണ്ട് ഇവിടത്തുള്ള SNDP-കാരാണ് പ്രൊവൈഡ് ചെയ്തത്. താങ്ക്സ് ടു ദിസ്. അതുപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിലെ ഫുഡായിരുന്നു. ഇവിടത്തുള്ള സാമ്പാറൊക്കെ ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത ടേസ്റ്റ്. എടാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ വീട്ടിലൊക്കെ വെച്ചല്ലേ. വെള്ളപ്പാടാണോ? 2 വെള്ളപ്പാടാ, 3 വെള്ളപ്പാടെന്ന് തോന്നുന്നു. ഞങ്ങൾ തോറ്റു പോകുന്നു. പണി ഞാൻ ഉറപ്പെന്ന് പറയുന്നത് ശരിക്കും ഞാൻ കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു മത്സരമായിരുന്നു. സന്തോഷമായിരുന്നു കേട്ടോ. പള്ളാത്തുരുത്തി ഫൈനലിൽ കയറ്റി വെക്കല്ലേ. ഇവര് സന്തോഷമായിരുന്നു പള്ളാത്തുരുത്തിയില്ലല്ലോ. നമ്മുടെ ക്ലബ്ബ് കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഭാഗ്യം കേട്ടാ. ഫൈനലായി എന്തായി പ്രതീക്ഷ ഉണ്ടോ കപ്പടിക്കും? ട്രോഫിക്ക് അങ്ങനെയാണ്. ഞാൻ കോൺഫിഡൻസ് ആണ് ടീം കപ്പടിക്കും. എങ്ങനെയാ ഇപ്പൊ കപ്പടിക്കത്തില്ലെന്ന് പറയാ. എന്നിട്ട് ജയിക്കാൻ നേരത്തെ ഇവിടെ കിടന്ന് ഷോ കണ്ടു വരും. ജയിക്കുമോ? കപ്പടിക്കോ? ഭയങ്കര ഇമോഷണല്ല പരിപാടീസ്. പക്ഷെ എന്തായാലും കപ്പടിക്കട്ടെ. അറിയത്തില്ല. ദിവസം നമ്മൾ ഓവറായിരുന്നല്ലോ നെഹ്റു ട്രോഫിക്ക്, അതായത് തോറ്റു. എങ്ങനെ ദിവസം കപ്പടിക്കോ? അടിക്കുവാ ആവേശൊക്കെ പോയേട്ടാ. അറിയത്തില്ല കേട്ടോ. ഇവിടെ ആരെ ജയിച്ചെന്ന് അറിയത്തില്ല. നമുക്കറിയത്തില്ല ആരെ ജയിച്ചെന്ന് അറിയത്തില്ല. ഇതൊന്നും മനസ്സിലാവുന്നില്ല. അത് എന്താ പറഞ്ഞ മേൽപ്പാടോ കുറച്ച് കഴിഞ്ഞിട്ട് ജയിക്കുമ്പോ തുള്ളാൻ വേണ്ടി അറിയത്തില്ല. ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. ആരെ ഫ്രണ്ട്സ് ആരാ കപ്പടിച്ചെന്നറിയാവോ? ചിലവർ പറയുന്നു വിയപുരം, ചിലവർ പറയുന്നു ചിലവർ മേൽപ്പാടാണ്. ആരും ജയിച്ചത് ഞങ്ങൾക്ക് ഇത്രയായിട്ട് അറിയത്തില്ല. ആൾക്കാരെല്ലാരും പോയി. ഇവിടെ കുറച്ച് പേര് പറയുന്നത് മേൽപ്പാടാണ്. ആർക്കറിയാം ആര് ജയിച്ചെന്ന്?
എന്തായാലും ഇടി പൊട്ടും. വയലൻസ്. ആരാ ജയിച്ചേ? എനിക്കറിയില്ല കേട്ടോ ആരാ ജയിച്ചു. കൂട്ടടിച്ചിരിക്കുക. ആരാ കപ്പടിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് വീട്ടിൽ പോകാന്ന് ചോദിച്ചാൽ ആരാ കപ്പടിച്ചെന്നറിയില്ല. മേൽപ്പാടംകാര് പറയുന്നു മേൽപ്പാടംകാരാണ്. വിജയപുരം കരക്കാർ പറഞ്ഞത് വിജയപുരം. ആരെ രണ്ടുപേരും കൂടെ ഭയങ്കര എന്താ അവിടെ ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാ ഫ്രണ്ട്ലി. ഒരു സമയത്ത് പറയും വീവറും ജയിച്ചു, ഒരു സമയത്ത് പറയും മേൽപ്പാടം ജയിച്ചു. അറിയത്തില്ല കേട്ടാ. ടഫാ. അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ആരാ ജയിച്ചത്? ആര് ജയിച്ചെന്ന് അറിയത്തില്ല. കറക്റ്റ് ടൈറ്റ് ആയിരുന്നു കളി. അതുകൊണ്ട് ചിലവർ പറയുന്നത് വിയൂരം, ചിലവർ പറയുന്നത് PBC മേൽപ്പാടം. പക്ഷെ ആരാ ജയിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിയൂരം ജയിച്ചെന്ന്, ചില ആംഗിളിൽ നോക്കുമ്പോൾ മേൽപ്പാടം ജയിച്ചു തോന്നുന്നു. പക്ഷെ ആരാ ജയിച്ചതെന്ന് കറക്റ്റ് ഇതുവരായിട്ട് അറിയത്തില്ല. അതിനൊരു തീരുമാനം ഉണ്ടോ. അപ്പൊ മറ്റൊരു വൈബ് കൂടിയായിട്ട് നാളെ നമ്മളെവിടെ പോകുന്നത്? തൃശ്ശൂര് നാളെ പുലികളിക്ക് പോവാണ്. മറ്റൊരു വൈബ് കൂടിയായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.